യുദ്ധത്തിൽ പ്രധാനമാണ് തന്ത്രം. തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനം വിലപേശൽ ശക്തിയും. ആ വിലപേശൽ തന്ത്രം പരമാവധി ഉപയോഗിച്ച് ശത്രുവിനെ വരച്ച വരയിൽ കൊണ്ടെത്തിക്കുക. ആ തന്ത്രം പരസ്പരം ഉപയോഗിക്കുകയാണ് ഇറാനും അമേരിക്കയും. തന്ത്രങ്ങളുടെ കേന്ദ്രബിന്ദു ഹോർമൂസാണ്. അമേരിക്കയുമായി യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഹോർമൂസാണ് തുറുപ്പ് ചീട്ട് എന്ന് മനസ്സിലാക്കിയ ഇറാൻ അത് പരമാവധി ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഹോർമൂസിൽ വീണ്ടും കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയ സംഭവം. ഇന്നലെ 2 UAE കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി. അബുദാബി നാഷണൽ ഓയിൽ കമ്പനി അഥവാ അഡ്നോക്കിന്റെ 2 കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. മറ്റ് 2 കപ്പലുകൾ കൂടി ആക്രമിക്കപ്പെട്ടതായി UK മാരിടൈം ഏജൻസിയും പറയുന്നുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഒന്നും പുറത്തു വന്നിട്ടില്ല. തങ്ങളുടെ അനുവാദമില്ലാതെ ഹോർമൂസ് കടക്കാൻ ശ്രമിക്കുന്ന ഏത് കപ്പലും ആക്രമിക്കുമെന്ന ഇറാനിയൻ സേന IRGCയുടെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനത്തിനിടയിലാണ് ഈ സംഭവം അരങ്ങേറുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം UAE അറിയിച്ചിട്ടുണ്ട്. ഹോർമൂസിനെ ചൊല്ലി ഇറാനും അമേരിക്കയും ആവർത്തിച്ച് അവകാശവാദങ്ങളും നടത്തുന്നുമുണ്ട്. ഇതിനിടെ ഹോർമൂസ് തുറക്കാനുള്ള ധാരണയുമായി ഒമാനും ഇറാനും മുന്നോട്ടു പോകുകയും ചെയ്യുന്നു. ഹോർമൂസ് കടക്കാൻ ശ്രമിക്കുന്ന തങ്ങൾക്കനുകൂലമല്ലാത്ത പല രാജ്യങ്ങളുടെയും കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുന്നത് ആദ്യമായല്ല. ഏപ്രിൽ 27-ന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ അമേരിക്ക റദ്ദാക്കാൻ കാരണമായതും ഹോർമൂസിൽ ഇറാൻ നടത്തിയ കപ്പൽ ആക്രമണമായിരുന്നു. ഹോർമൂസിൽ ഇറാൻ നടത്തുന്ന ഉപരോധങ്ങൾക്ക് ബദലായാണ് ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്കയും നാവിക ഉപരോധം ആരംഭിച്ചത്. ഈ നാവിക ഉപരോധം അനിശ്ചിതകാലത്തേക്ക് തുടരുമെന്ന് ഇന്നലത്തെ കപ്പൽ ആക്രമണത്തിന് പിന്നാലെ അമേരിക്ക പ്രഖ്യാപിക്കുകയുണ്ടായി. ഒരു രാജ്യവും ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത മട്ടിലുള്ള ഉപരോധമായിരിക്കും നേരിടേണ്ടി വരിക എന്നാണ് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിന്റെ മുന്നറിയിപ്പ്. അഡ്നോക്കിന്റെ കപ്പലുകൾക്ക് നേരായ ആക്രമണത്തെ GCC ഗൾഫ് രാജ്യങ്ങളും ഇറാന്റെ അയൽ രാജ്യങ്ങളും അപലപിച്ചിട്ടുണ്ട്. ഹോർമൂസിൽ കപ്പലുകൾ അടിക്കടി ആക്രമിക്കപ്പെടുന്നത് ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. ഇതിന് അറുതി വരണമെങ്കിൽ ഈ ജലപാത തുറക്കേണ്ടത് അത്യാവശ്യവുമാണ്. പക്ഷേ US-മായി ശാശ്വതമായ വെടിനിർത്തൽ ധാരണയാകാതെ കടലിടുക്ക് തുറക്കില്ല എന്നാണ് ഇറാൻ നിലപാട്. ഇതിനെല്ലാം മധ്യത്തിലാണ് ഹോർമൂസിനെ ചുറ്റിപ്പറ്റി ഇറാനും US-ഉം അവകാശവാദങ്ങൾ കൊണ്ട് യുദ്ധം നടത്തുന്നത്. ഹോർമൂസ് അധികം വൈകാതെ US പ്രദേശമായി പ്രഖ്യാപിക്കപ്പെടുമെന്ന് കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. കടലിടുക്ക് ഇറാന്റെ കമാൻഡിന് കീഴിൽ മാത്രമേ തുറക്കുകയെന്നും അടയ്ക്കുകയും ചെയ്യൂ എന്നുമായിരുന്നു ഇറാൻ ഭരണകൂടത്തിന്റെ മറുപടി. ഹോർമൂസ് തുറക്കാനുള്ള വ്യവസ്ഥകൾ അംഗീകരിക്കാതെ കടലിടുക്ക് തുറക്കില്ല എന്ന അസന്നിഗ്ധമായ പ്രഖ്യാപനവും നടത്തിയിരിക്കുകയാണ് ഇറാൻ. നിങ്ങൾ തോൽവി അംഗീകരിക്കൂ എന്നാണ് ഇറാൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പരാജയത്തിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ അംഗീകരിക്കാതിരിക്കുകയും ഫാന്റസികളിൽ മുഴുകുകയും ചെയ്യുന്നിടത്തോളം കാലം ഇറാൻ ഉപരോധം തുടർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. അതിനിടെ ഹോർമൂസിൽ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇറാനും ഒമാനും പരസ്പര ധാരണയിൽ എത്തിയതായി റിപ്പോർട്ടുകളും വരുന്നുണ്ട്. പക്ഷേ ജലപാത തുറക്കണമെങ്കിൽ ജൂണിൽ ഒപ്പുവെച്ച ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പാലിക്കാൻ US തയ്യാറാകണമെന്നാണ് ഇറാന്റെ ആവശ്യം. ദേശീയ പരമാധികാരം സംരക്ഷിച്ചുകൊണ്ട് തന്നെ സുരക്ഷിതമായ വാണിജ്യ ഗതാഗതം അനുവദിക്കുന്നതായിരിക്കും ഇറാനും ഒമാനുമായുള്ള കരാർ എന്നാണ് സൂചനകൾ. ഇതിനായി കപ്പലുകൾക്ക് പ്രവേശിക്കുന്നതിനും പുറത്തു പോകുന്നതിനുമുള്ള കൃത്യമായ ഇടനാഴികൾ ഇരു രാജ്യങ്ങളും രൂപപ്പെടുത്തിയിട്ടില്ല. മറ്റു ചില കാര്യങ്ങളിൽ ധാരണയായിട്ടുമുണ്ട്. ഇറാൻ തുറമുഖത്തേക്ക് വരുന്ന വാണിജ്യ ഗതാഗതത്തിന്റെ മേൽനോട്ടം ഇറാനായിരിക്കും. പുറത്തേക്ക് പോകുന്ന കപ്പലുകളെ ഒമാനും കൈകാര്യം ചെയ്യുന്ന തരത്തിലായിരിക്കും പരസ്പരം ധാരണ. ഇതുമായി ബന്ധപ്പെട്ട് സാങ്കേതിക ചർച്ചകൾ തുടരുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഇത് സംബന്ധിച്ച പ്രവർത്തന പ്രോട്ടോക്കോളുകൾ, ആശയവിനിമയ മാർഗങ്ങൾ, പരിസ്ഥിതി സുരക്ഷാ മുൻകരുതലുകൾ എന്നീ കാര്യങ്ങളിലും അന്തിമ ധാരണ ഉണ്ടാകേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഒമാനും ഇറാനും സംയുക്ത ഔദ്യോഗിക പ്രസ്താവന നടത്തിയേക്കും. ഇറാനിൽ US യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഹോർമൂസ് ഇറാൻ അടച്ചിരുന്നു. ഇതിനുശേഷം ഹോർമൂസ് വഴി കപ്പൽ ഗതാഗതം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് വരെ 130-ലധികം കപ്പലുകൾ കടന്നുപോയിരുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെ വെള്ളിയാഴ്ച കേവലം 2 കപ്പലുകൾ മാത്രമാണ് പോയത്. കപ്പൽ ട്രാക്കിംഗ് സ്ഥാപനമായ കെപ്ലറാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഇത് രണ്ടും വാണിജ്യ കപ്പലുകളായിരുന്നു. അസംസ്കൃത എണ്ണ കയറ്റുമതി നടന്നിട്ടുമില്ല. ആഗോള എണ്ണ കയറ്റുമതിയുടെ 1/5 ഭാഗവും നടന്നിരുന്നത് ഹോർമൂസ് വഴിയാണ്. ഇപ്പോൾ അത് ഗണ്യമായി കുറഞ്ഞതിനെ തുടർന്ന് ആഗോള എണ്ണ വിപണിയിൽ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഹോർമൂസ് അടഞ്ഞതോടെ എണ്ണ വരവ് നിലച്ചത് അമേരിക്കയിലും ഇന്ധന പ്രതിസന്ധി രൂക്ഷമാക്കിയിട്ടുണ്ട്.
അല്പം ഉയർന്ന പെട്രോൾ വില അംഗീകരിക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ജനതയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. യുദ്ധത്തെ തുടർന്ന് പെട്രോൾ വില കൂടുന്നത് അമേരിക്കയിൽ ജനരോഷത്തിന് ഇടയാക്കുന്നുണ്ട്. ഇത് ഇടക്കാല തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും ട്രംപിനുണ്ട്. അതിനിടെ വിചിത്രമായ ഒരു ആരോപണവുമായി ഇറാൻ ഖത്തറിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ. US-ഉമായുള്ള യുദ്ധത്തിന്റെ തുടക്കത്തിൽ സൈനിക നടപടിക്കിടെ തകർന്നു വീണ തങ്ങളുടെ യുദ്ധവിമാനത്തിലെ പൈലറ്റുമാരെ ഖത്തർ പിടികൂടിയെന്നാണ് ഇറാന്റെ ആരോപണം. ഈ പൈലറ്റുമാരെ വിട്ടുകിട്ടണമെന്നാണ് ഇറാന്റെ ആവശ്യം. ഇന്റർനാഷണൽ റെഡ് ക്രോസ് കമ്മിറ്റിക്ക് അയച്ച കത്തിലാണ് ഇറാൻ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് ബാഗർ സാദേയുടെ ഈ ആരോപണം. 3 പൈലറ്റുമാരുടെ പേരുകളും കത്തിലുണ്ട്. മാർച്ച് 2-ന് നടന്ന ഓപ്പറേഷനിലാണ് ഈ സംഭവം നടന്നത്. 6 മാസമായി ഇവർ ഖത്തറിന്റെ തടങ്കലിലാണ് എന്നും അന്ന് കൊല്ലപ്പെട്ട മറ്റൊരു പൈലറ്റിന്റെ മൃതദേഹം തിരികെ നൽകിയതായും കത്തിൽ പറയുന്നു. ഇറാന്റെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ അത്ഭുതമുണ്ടാക്കുന്നുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് ബിൻ മുഹമ്മദ് അൽ അൻസാരിയ പറയുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ ഖത്തർ നടത്തുന്ന നയതന്ത്ര ശ്രമങ്ങൾക്കിടെ ഇത്തരം തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകൾ അത്ഭുതമുണ്ടാക്കുന്നതാണ് എന്നും മജീദ് ബിൻ മുഹമ്മദ് പറയുന്നു. ഖത്തറിലെ ഒരു സൈനിക താവളത്തിൽ നടത്തിയ സൈനിക നടപടിക്കിടെ വിമാനങ്ങളിൽ നിന്ന് പാരച്യൂട്ട് വഴി പുറത്തേക്ക് ചാടിയ 3 പൈലറ്റുമാരെ ഖത്തർ പിടികൂടുകയായിരുന്നുവെന്നാണ് ഇറാന്റെ വാദം. ഇറാനുമായുള്ള യുദ്ധത്തിൽ US സേനയുടെ നട്ടെല്ലായിരുന്ന USS എബ്രഹാം ലിങ്കൺ കപ്പലിലെ അനിഷ്ട സംഭവങ്ങൾ ചർച്ചയായതിനു പിന്നാലെ പസഫിക് സമുദ്രത്തിൽ നിന്ന് മറ്റൊരു യുദ്ധക്കപ്പലിനെ ഇറാൻ മേഖലയിലേക്ക് വിന്യസിച്ചിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക. USS ജോർജ് വാഷിംഗ്ടൺ മിഡിൽ ഈസ്റ്റിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ എബ്രഹാം ലിങ്കണെ മാറ്റിയിട്ടാണോ ജോർജ് വാഷിംഗ്ടൺ മിഡിൽ ഈസ്റ്റിൽ എത്തുന്നത് എന്ന് വ്യക്തമായിട്ടില്ല. എന്നിരുന്നാലും എബ്രഹാം ലിങ്കണിൽ 7 നാവികർ പരസ്പരം ആക്രമിച്ചു മരിച്ചുവെന്നും മാനസിക സമ്മർദ്ദം താങ്ങാനാകാതെ നാവികർ ജീവനൊടുക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള റിപ്പോർട്ടുകളെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്തത്. 9 മാസത്തോളമായി എബ്രഹാം ലിങ്കൺ സൈനിക വിന്യാസം ആരംഭിച്ചിട്ട്. പക്ഷേ 9 മാസമൊന്നും ഒരു വലിയ കാലയളവ് അല്ല എന്നാണ് ഇതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കപ്പലിലെ നാവികരുടെ മാനസികാരോഗ്യം സംബന്ധിച്ച് ഉയർന്ന ആശങ്കകൾക്കും അഭ്യൂഹങ്ങൾക്കും ഇടയിലാണ് ട്രംപിന്റെ ഈ പ്രസ്താവനയും പിന്നാലെ USS ജോർജ് വാഷിംഗ്ടണെ മിഡിൽ ഈസ്റ്റിലേക്ക് വിന്യസിക്കാനുള്ള തീരുമാനവുമുണ്ടാകുന്നത്. കപ്പലിലെ ശോചനീയാവസ്ഥയും സൈനികരുടെ ജീവിത സാഹചര്യങ്ങളും സംബന്ധിച്ച ആശങ്കകൾ US സെനറ്റിലടക്കം ചർച്ചയായിരുന്നു. ഈ മാസം ആദ്യം USS എബ്രഹാം ലിങ്കൺ കപ്പലിൽ നിന്ന് ഒരു നാവികൻ കടലിൽ വീണിരുന്നു. ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചികിത്സ നൽകുകയും ചെയ്തു. എന്നാൽ പിന്നീട് വന്ന റിപ്പോർട്ട് ഞെട്ടിക്കുന്നതായിരുന്നു. നാവികൻ കടലിൽ വീണതല്ല എന്നും മാനസിക സമ്മർദ്ദം താങ്ങാനാകാതെ ജീവനൊടുക്കാൻ ശ്രമിച്ചതാണ് എന്നുമായിരുന്നു റിപ്പോർട്ട്. ഇത് ഒറ്റപ്പെട്ട ആദ്യത്തെ സംഭവമല്ല എന്നും പിന്നെയും പല നാവികർ സമാനമായി ഇതേ ശ്രമം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ടായി. ഇതിനിടെ കപ്പലിന്റെ വിന്യാസം ദീർഘിച്ചു പോകുന്നതിനെതിരെ നാവികരുടെ കുടുംബാംഗങ്ങൾ സാന്റിയാഗോയിൽ പ്രതിഷേധിച്ചു. ഈ പ്രതിഷേധത്തിലാണ് തങ്ങളുടെ ഭർത്താക്കന്മാർ ജീവനൊടുക്കാൻ ശ്രമിച്ചു എന്ന് ചില നാവികരുടെ ഭാര്യമാർ പരാതി പറഞ്ഞത്. അതിനിടെ നാവികർ പരസ്പരം ഏറ്റുമുട്ടുകയും 7 പേർ കൊല്ലപ്പെടുകയും ചെയ്തതായി ഇറാനിയൻ വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിരുന്നു. സാന്റിയാഗോയിലുള്ള ഹോം പോർട്ടിൽ നിന്ന് 2025 നവംബർ 21-നാണ് USS എബ്രഹാം ലിങ്കൺ പുറപ്പെട്ടത്. ഇപ്പോൾ 260-ലധികം ദിവസങ്ങളായി ഈ കപ്പൽ കടലിൽ തുടരുകയാണ്. ഇതിൽ 250ഓളം ദിവസങ്ങളും ഒരു തുറമുഖത്ത് പോലും നങ്കൂരമിടാതെയാണ് നാവികർ കടലിൽ കഴിഞ്ഞത്. 2025 ഡിസംബർ മധ്യത്തിൽ ഗുവാമിലാണ് ഈ കപ്പൽ അവസാനമായി നങ്കൂരമിട്ടത്. സാധാരണയായി 7 മാസമാണ് ഒരു US വിമാനവാഹിനി കപ്പലിന്റെ വിന്യാസത്തിന്റെ കാലാവധിയെങ്കിലും സമീപകാലത്തായി ഇത് ലംഘിക്കപ്പെടുന്നത് പതിവാണ്. ഇത് നാവികർക്കിടയിൽ കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ.